Hello friends, welcome back to my YouTube channel Family Mirror of Minds. ഞാൻ സുബിത സൈക്കോളജിസ്റ്റ്. പ്രീവിയസ് എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്ന ഹാബിറ്റ്സ് ആയ ബെഡ് വെറ്റിങ്ങിനെ കുറിച്ചിട്ടാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്ന മറ്റു കുറച്ച് ഹാബിച്വൽ ഡിസോർഡേഴ്സിനെ കുറിച്ചിട്ടാണ്. അതായത് നെയിൽ ബൈറ്റിംഗ്, നഖം കടിക്കുക, തംസക്കിങ്, വിരൽ കുടിക്കുക, പിക്കിംഗ് ഓഫ് നോസ്, മൂക്കിനെ പിഴുതെടുക്കുന്ന ഒരു സ്വഭാവം, സോളോയിങ് എയറിനെ വിഴുങ്ങുന്ന സ്വഭാവം, ഹോൾഡിംഗ് എയറിനെ വായിൽ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു സ്വഭാവമുണ്ട് കുഞ്ഞുങ്ങളിൽ. അതുകൂടാതെ കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്നതാണ് സ്റ്റീരിയോ ടൈപ്ഡ് ആയിട്ടുള്ള മാസ്റ്റുബേഷൻ, റിപ്പീറ്റഡ് ആയിട്ട് മാസ്റ്റുബേറ്റ് ചെയ്യുക. കുഞ്ഞുങ്ങൾ കണ്ടുവരുന്ന മറ്റു കുറച്ച് ഹാബിറ്റ്സ് ആണ് ഗ്രൈൻഡിങ് ഓഫ് ടീത്ത്സ്, അതായത് രണ്ട് പല്ലുകൾ തമ്മിൽ കൂട്ടി ഉരസിക്കൊണ്ടിരിക്കുക, പ്ലക്കിംഗ് ഔട്ട് ഓഫ് ഹെയർ, മുടിയെ പിഴുതെടുക്കുക, പ്രത്യേകിച്ച് ഫ്രണ്ട് പോർഷനിലുള്ള മുടിയെല്ലാം അങ്ങനെ പറിച്ചെടുക്കുക. ചില കുഞ്ഞുങ്ങൾ കണ്ടുവരുന്നത് അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നൊരു നേച്ചർ. ഇതൊക്കെയാണ് സാധാരണ ഹാബിച്വൽ ഡിസോർഡേഴ്സിന്റെ അണ്ടറിൽ വരുന്നത്. അപ്പൊ ഈ ഒരു ഹാബിച്വൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഹാബിറ്റ് ഡിസോർഡേഴ്സിനെ നമ്മൾ എങ്ങനെയാണ് സിവിയർ ആയിട്ടുള്ളതാണോ അതോ മൈൽഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണോ എന്ന് നമ്മൾ അസസ് ചെയ്യുന്നത്. ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ കുഞ്ഞുങ്ങളുടെ ഒരു നോർമൽ ആണോ, ഈ കുഞ്ഞുങ്ങൾ നോർമൽ ആണോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വല്ല കോംപ്ലിക്കേഷൻ ഉണ്ടോ എന്നതിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പൊ സാധാരണ നോർമൽ കുഞ്ഞുങ്ങളും അതല്ലാത്ത കുഞ്ഞുങ്ങളായാണ് MR, ഓട്ടിസം പോലുള്ള കുഞ്ഞുങ്ങൾ. അവരിലാണ് ഈ ഒരു ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് വർഷങ്ങളോളം എടുക്കും ആ ഒരു ട്രീറ്റ്മെന്റ്. അതേ സ്ഥാനത്ത് സാധാരണ കുഞ്ഞുങ്ങളിലുള്ള ഈ ട്രീറ്റ്മെന്റ് ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞായിരുന്നു, 21 ഡേയ്സോ അതിൽ കൂടുതലോ ദിവസം മതി നമുക്കിതിനെ ക്യൂർ ചെയ്തെടുക്കുക. അപ്പോൾ സാധാരണ ഒരു നോർമൽ കുഞ്ഞുങ്ങളെ നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്നാണ് പറഞ്ഞു വരുന്നത്. സാധാരണ നോർമൽ കുഞ്ഞുങ്ങൾ ഒരു എക്സാമ്പിളാണ്. ഇപ്പൊ സാധാരണ ഒരു ലേഡി പ്രഗ്നന്റ് ആയി ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെലിവറിയുടെ ആ സമയത്ത് ഒരു ഡോക്ടർ പറയുന്നതാണ് കുഞ്ഞ് കരഞ്ഞു കേട്ടോ. ആ കരയുക എന്ന് പറയുന്നത് തന്നെ ഒരു നോർമൽ സിംറ്റംസിന്റെ ലക്ഷണമാണ്. അതുകൂടാതെ കുഞ്ഞുങ്ങളിലൂടെ കണ്ടുവരുന്ന, അതായത് ജനിച്ച നാൾ മുതൽ പിന്നീടുള്ള 2-3 പ്രായം 3-4 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ വളർച്ചാഘട്ടം, അതായത് മൈൽ സ്റ്റോൺ ഡെവലപ്മെന്റ് എന്ന് പറയും. അതായത് ഒരു 2-3 മാസങ്ങളിൽ കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്നതാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ആ സൈഡിലേക്ക് അവരുടെ ഫേസ് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നീട് കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്ന മറ്റൊരു നോർമൽ സിംറ്റംസ് ആണ്, ഇപ്പോൾ സാധാരണ ആ കുഞ്ഞിൻ്റെ അമ്മ അടുത്ത് വന്നു കഴിഞ്ഞാൽ അതെൻ്റെ അമ്മയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കുഞ്ഞുങ്ങൾ ചിരിക്കും. ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസ് കാണുമ്പോൾ അവരെ നോക്കിയിട്ട് സ്മൈൽ ചെയ്യുന്നതും ഒരു പോസിറ്റീവ്സ് ആണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളാണ് ഒരു 6 മാസങ്ങളിലെല്ലാം കുഞ്ഞുങ്ങൾ ശ്രമിക്കാറുണ്ട് കവിഴ്ന്ന് വീഴാനും പിന്നീട് മുട്ടിൽ നടക്കാനും. പതിയെ 8-9 മാസങ്ങളിൽ തനിയെ നിൽക്കാൻ ശ്രമിക്കുക. അതായത് നമ്മൾ ആരും ഹെൽപ്പ് ചെയ്തിട്ടില്ലെങ്കിലും അവർ സ്വയമായിട്ട് ശ്രമിക്കാറുണ്ട്. അതെല്ലാം ഇപ്പോൾ സെറ്റിയോ അല്ലെങ്കിൽ ചെയറോ ഉണ്ടെങ്കിൽ അതിൽ പിടിച്ചവർ നിൽക്കാൻ ശ്രമിക്കും. അത് നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്നൊന്നുമില്ല. നോർമൽ കുഞ്ഞുങ്ങളാണ്, ഡെഫിനറ്റ്ലി അവരുടെ ആ ഒരു സ്റ്റേജസിൽ അവർ ചെയ്തിരിക്കും. അതാണ് ഒരു നോർമൽ കുഞ്ഞുങ്ങളുടെ ലക്ഷണങ്ങൾ. അതുപോലെ പതിയെ 1 വയസ്സാകുമ്പോഴേക്കും, ഒരു വയസ്സും 1 മാസവും എല്ലാം ആകുമ്പോഴേക്കും പതിയെ കുഞ്ഞുങ്ങൾ സെൽഫായിട്ട് നടക്കാൻ തുടങ്ങും. അതിനുശേഷം സ്റ്റെപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ, സ്റ്റെയർ കേസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലെല്ലാം പതിയെ കയറാൻ ശ്രമിക്കും. അതൊക്കെയാണ് ഫിസിക്കലി കാണുന്നത്. അതുകൂടാതെ കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്ന ലാംഗ്വേജിലാണെങ്കിൽ ഇപ്പോൾ 6-7 മാസങ്ങളിലെല്ലാം കുഞ്ഞുങ്ങളെ വിളിക്കുന്ന, 7-8 മാസങ്ങളിലെല്ലാം വിളിക്കുന്നതാണ് മമ്മ. നോട്ട് അമ്മ എന്നല്ല, മമ്മ. പ്യുവറായിട്ട് അമ്മ എന്ന് പറയത്തില്ല, മമ്മ എന്നൊരു രീതിയിലായിരിക്കും അവർ വിളിക്കുക. അത് പതിയെ അവരുടെ ആ ഒരു മമ്മ പോയിട്ട് 1 വയസ്സ് 9, 8, 10 മാസങ്ങളിലെല്ലാം അവർ അമ്മ എന്ന രീതിയിൽ പക്കയായിട്ട് വിളിച്ചു തുടങ്ങുന്നതും കാണാം. അതാണ് അവരുടെ ലാംഗ്വേജിൽ ഉണ്ടാവുന്ന ഒരു ചേഞ്ചസ്. പിന്നീട് ഉണ്ടാവുന്നതാണ് സോഷ്യലൈസേഷൻ, അതായത് സോഷ്യൽ നേച്ചറിൽ, അതായത് സോഷ്യൽ സ്മൈലിംഗ് എന്ന് പറയും. അതായത് സാധാരണ അപ്പോൾ ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയെ കാണുമ്പോൾ അവർ പെട്ടെന്ന് ചിരിക്കും. അതെന്തുകൊണ്ടാണ്? അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് ഈ വ്യക്തി ഓൾറെഡി അറിയാം എന്നാണ് ആ ഒരു സ്മൈലിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതേപോലെ തന്നെ ആ കുഞ്ഞുങ്ങളുടെ മുൻപിൽ ഒരു സ്ട്രേഞ്ചർ നിൽക്കുകയാണെങ്കിൽ ആ സ്ട്രേഞ്ചർ വിളിച്ചാൽ പോലും പോകത്തില്ല. അതിൻ്റെ അർത്ഥം എനിക്ക് ഈ വ്യക്തി അറിയത്തില്ല എന്നും ആ കുഞ്ഞ് ആ രീതിയിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ഈ സ്റ്റേജസിൽ അവരുടെ ബ്രെയിനിലുണ്ടാവുന്ന മാറ്റങ്ങളാണ് ഇതെല്ലാം. അതായത് ഐഡന്റിഫിക്കേഷൻ ചെയ്യുക, ദെൻ അസസ് ചെയ്യുക, അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യുക, കാറ്റഗറൈസ് ചെയ്യുക. ഇതെല്ലാം ആ കുഞ്ഞുങ്ങളിൽ ആ പ്രായത്തിൽ തന്നെ കണ്ടുവരുന്നതിൻ്റെ സിംറ്റംസുകളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്. അതേ സ്ഥാനത്ത് MR, ഓട്ടിസം പോലുള്ള കുഞ്ഞുങ്ങളിലാണെങ്കിൽ ഇതൊന്നും കാണാൻ സാധ്യതയില്ല. എന്തുകൊണ്ടാണ് ഇവരിൽ ഇതുപോലെ ഇല്ലാതെ? എന്താണ് ഇവരുടെ ഈ പ്രോബ്ലത്തിന്റെ കാരണം? എങ്ങനെയാണ് ഈ MR മാറ്റാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ വരുന്ന എപ്പിസോഡിൽ ഞാൻ ക്ലിയർ ചെയ്തു തരുന്നതാണ്.
അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നോർമൽ കുഞ്ഞുങ്ങളിൽ മാത്രം കണ്ടുവരുന്നതും മാറ്റിയെടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഹാബിച്വൽ ഡിസോർഡേഴ്സ്. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്ന് പലവരും ചിന്തിച്ചു പോകും അല്ലേ. അപ്പോൾ ഒരു സാധാരണ ഒരു MR ഓട്ടിസം കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് ഈ വീഡിയോയിലൂടെ അവരുടെ പ്രോബ്ലം ക്യൂർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതായത് ഇപ്പോൾ അതുപോലുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ 1 ഇയറോ അതിൽ കൂടുതലോ അവർക്കൊരു സെൽഫായിട്ടുള്ള അല്ലെ വിത്ത് പ്രസൻസോട് കൂടി ഒരു സൈക്കോളജിസ്റ്റിൻ്റെയോ സൈക്കാട്രിസ്റ്റിൻ്റെയോ പ്രസൻസിലൂടെ മാത്രമേ നമുക്കത് ക്യൂർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇതുപോലെ നമുക്ക് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോയിലൂടെ നോർമൽ കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്ന ഈ പ്രോബ്ലത്തെ ക്യൂർ ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയുന്നത്. MR പോലുള്ള കുഞ്ഞുങ്ങളുടെ പാരൻസ് ഒരു കാരണവശാലും വിഷമിക്കരുത്. തൊട്ടടുത്തൊരു സൈക്കാട്രിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ സമീപിച്ച് അത് പതിയെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. കാരണം സാധാരണ MR കുട്ടികൾ കണ്ടുവരുന്നതാണ് വളരെയധികം ദേഷ്യം. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്ന മറ്റൊരു സിംറ്റംസ് ആണ് ബൈറ്റിംഗ് ദെയർ ബോഡീസ് പാർട്സ്. അതായത് അവരുടെ ശരീരഭാഗങ്ങളെ കടിക്കുന്നതെല്ലാം MR കുട്ടികൾ കാണാറുണ്ട്. വരുന്ന എപ്പിസോഡ് ഞാൻ അത് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോർമൽ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലേക്ക് എടുക്കാം. അതായത് സാധാരണ തംസക്കിങ് പറഞ്ഞു നെയിൽ ബൈറ്റിങ്. അതായത് നെയിൽ ബൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഖം കടിക്കുന്നത് സാധാരണയായിട്ട് ഈ നഖത്തിൻ്റെ പൊസിഷൻ തന്നെ മാറാറുണ്ട് അല്ലേ. അതായത് നഖം കടിച്ച് നഖത്തിൻ്റെ ഇതെല്ലാം മാറി സ്കിന്നിൻ്റെ വരത്തേക്ക് ആ ഒരു സ്റ്റേജസിലേക്ക് ഈ ഹാബിറ്റ്സ് മാറാറുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളിൽ മാത്രമല്ല വലിയ ആളുകളിൽ എടുത്താലും അത് കാണാറുണ്ട്. പ്രത്യേകിച്ച് ഇവർ ചെയ്യുന്നത് ഇവർ എന്തെങ്കിലും ചിന്തിച്ചു കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ TV-യിൽ എന്തെങ്കിലും വീഡിയോസ് കാണുക. പ്രത്യേകിച്ച് ക്രിക്കറ്റ് പോലുള്ളതെല്ലാം കാണുമ്പോൾ കുഞ്ഞുങ്ങൾ അതിൻ്റെ അത്രയും ആ ഒരു ഇൻട്രസ്റ്റ് എല്ലാം ഈ നഖം കടിച്ച് തീർക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ എന്താ ഒരു കോൺസിക്വൻസ്, അല്ലെങ്കിൽ അതുകൊണ്ട് എന്തൊക്കെ അവരെ ബാധിക്കും. ഇപ്പോൾ സാധാരണ നമ്മൾ നഖം കടിക്കുമ്പോൾ ഒരിക്കലും ഈ നഖമൊന്നും ക്ലീൻ ചെയ്തിട്ടല്ല അവർ നഖം കടിക്കുന്നത് അല്ലേ. അവർ പെട്ടെന്ന് ആ ഒരു ഇൻട്രസ്റ്റിൽ അവരിത് ചെയ്യാം. അപ്പോൾ അന്നേരം അവരുടെ നഖത്തിൽ ബാക്ടീരിയാസോ വൈറസോ ഉണ്ടെങ്കിൽ അത് വായിലേക്ക് പോയി വയറിൽ പല ഇൻഫെക്ഷൻസും വരാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ ഈ നഖം എന്നൊരു സംഭവം നമ്മുടെ വയറിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പല ഡയറിയ പോലുള്ള പ്രോബ്ലത്തിലേക്കും അത് പോകാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെ മാറ്റിയെടുക്കാം. അതേപോലെ തന്നെ മറ്റൊരു ഹാബിറ്റ്സാണ് തംസക്കിങ് ആണ് ഈ നെയിൽ ബൈറ്റിങ്ങിനേക്കാളും വേഴ്സ്റ്റായി ഫീൽ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ തംസക്കിങ് ചെയ്യുമ്പോൾ സാധാരണ ഫേസിൻ്റെ ഒരു സ്ട്രക്ചർ തന്നെ മാറും. ഇപ്പോൾ സാധാരണ നമ്മളുടെ എല്ലാം ലിപ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ, അത് പല്ലെല്ലാം കറക്റ്റ് താഴത്തേക്ക് ഇങ്ങനെയാണ്. സാധാരണ ഈ തംസക്കിങ് ചെയ്യുന്ന കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ വിരൽ കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഫേസ് ശ്രദ്ധിച്ചാലും മതി, അവരുടെ ഈ ഗം അതായത് മോണ ഭാഗം ഫ്രണ്ടിലേക്ക് തള്ളി നിൽക്കും, പല്ലും മോണയെല്ലാം. അപ്പോൾ സാധാരണ പല്ല് പൊങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലിപ്പ് ഇട്ടിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അതായത് പല്ലിലിടുന്ന സംഭവം അതിട്ട് മാറ്റിയെടുക്കാം. അതേ സ്ഥാനത്ത് മോണ അതായത് ഈ ഗമ്മിൻ്റെ ഭാഗം പൊങ്ങി നിന്ന് കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. മേ ബി നമ്മൾ ക്ലിപ്പിട്ടാലും അന്നേരം താഴെ വീണ്ടും അത് പൊങ്ങും. ഒരു ഡെന്റിസ്റ്റിനോട് നിങ്ങളത് അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ഫേസിൻ്റെ ആ ഒരു മാറ്റമാണ് ആദ്യത്തെ ഒരു ബാഡ് ആയിട്ടുള്ള ഒരു ഡ്രോബാക്ക് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് കൂടാതെയാണ് ഫേസ് മൊത്തത്തിൽ ആ ഒരു മുൻപുള്ള സ്ട്രക്ചറിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഫേസ് അവർ ലിപ്സിൻ്റേതായാലും എന്ത് തന്നെയായാലും ഒരു വൃത്തിയില്ലാത്തൊരു രീതിയിലേക്ക് അവരുടെ ഫേസ് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നീട് കാണുന്നതാണ് അവരുടെ നഖത്തിൻ്റെ ഒരു അവസ്ഥ. ഇപ്പം കുഞ്ഞുങ്ങളുടെ ഈ തംസക്കിങ് ചെയ്യുന്ന കുഞ്ഞുങ്ങളുടെ നഖവും ആ വിരലും ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. അതിൻ്റെ ആ ഒരു ഷേപ്പ് തന്നെ നഖത്തിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ വിരലിൻ്റെ ഷേപ്പ് തന്നെ മാറുകയും ആ നഖം സാധാരണ മറ്റു നഖങ്ങളെ പോലെയല്ല, അതിനൊരു പ്രത്യേക രീതിയിലേക്ക് മാറുന്നതായിട്ട്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ മാറും. അത് മാത്രമല്ല നെയിൽ ബൈറ്റിങ്ങിൻ്റേത് പറഞ്ഞ പോലെ തന്നെ വിരലൊന്നും വൃത്തിയാക്കാതെയാണ് ഇവർ തംസക്കിങ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബാക്ടീരിയാസും വൈറസും വയറിലേക്ക് പോവുകയും അത് പല രീതിയിലുള്ള ഡിസീസിലേക്ക് പോകുന്നതും കാണാം. അപ്പോൾ ഇതെങ്ങനെ മാറ്റിയെടുക്കാമെന്നാണ് ഈ വീഡിയോസിലൂടെ ഞാൻ പറയുന്നത്. വളരെ സിമ്പിളാണ്. പ്രീവിയസ് എപ്പിസോഡിലായാലും ഈ ഞാൻ പറഞ്ഞിരുന്നു ആവിലിൻ്റെ കാര്യം അല്ലേ, അതേപോലെ തന്നെയാണ് ഇതും വളരെ സിമ്പിൾ. അപ്പം നിങ്ങൾ പലവരും ചിന്തിക്കും ഇതെന്തുകൊണ്ടാണ് ഈ രീതിയിലൊരു തെറാപ്പീസ് നൽകുന്നതെന്ന് അല്ലേ. അപ്പോൾ അതായത് നമ്മൾ ഈ കുഞ്ഞു കുട്ടികളെ ഒരു സൈക്കോ തെറാപ്പീസോ CBT മീൻസ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, അതായത് അവരുടെ ബ്രെയിനിനെ മോൾഡ് ചെയ്ത് മാറ്റുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഇതൊരിക്കലും ഈ കുഞ്ഞു കുട്ടികളിലേക്ക് അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് അത്രയും പ്രാക്ടിക്കൽ ആവില്ല. നമുക്ക് നൽകാം എങ്കിലും അത് അത്രയും പ്രാക്ടിക്കൽ ആവില്ല. അപ്പോൾ ഇതാവുമ്പോൾ നമ്മുടെ പ്രോബ്ലങ്ങൾ ക്യൂർ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ഗുഡ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ മാറ്റിയെടുക്കാം, അതിന് ഏറ്റവും സിമ്പിൾ മെത്തേഡ്സ് ആണ് ഈ രണ്ടിനാണ് കേട്ടോ. തംസക്കിങ് ആയാലും നെയിൽ ബൈറ്റിങ് ആയാലും ഈ വിരലുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണല്ലോ സംഭവം. അപ്പോൾ ഇതിന് ഏറ്റവും നല്ലതാണ് ക്യൂടെക്സ്, അതായത് നെയിൽ പോളിഷ് ഇടുക.
അതായത് നമ്മൾ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, കുഞ്ഞുങ്ങളെല്ലാം കാർബൺ കോപ്പി എന്നാ പറയുക. അതായത് കാർബൺ കോപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ പറയുന്നത്, നമ്മൾ എന്താണോ ചെയ്യുന്നത്, ദേ ആർ ഇമിറ്റേറ്റിംഗ്. അവർ നമ്മളെ ഇമിറ്റേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, കുഞ്ഞുങ്ങളുടെ മുൻപിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവർ അതുപോലെ അവരും ചെയ്യും. ഇപ്പം എൻ്റെ കുഞ്ഞ് തന്നെ ആണെങ്കിൽ നമ്മൾ മുടിയിൽ ഇങ്ങനെ കോമ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞ് ചുമ്മാ കോമ്പെടുത്ത് അതുപോലെ ആയില്ലെങ്കിലും അവർ ട്രൈ ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ഷീസ് ഇമിറ്റേറ്റിംഗ് മീ, എന്നെ ഇമിറ്റേറ്റ് ചെയ്യണം. അതേപോലെ തന്നെയാണ് മൊബൈലിൻ്റെ കാര്യമായാലും എല്ലാം അവർ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ സോ നമ്മൾ ആദ്യം ഇത് അപ്ലൈ ചെയ്തിട്ട് വേണം പിന്നീട് കുഞ്ഞുങ്ങളിലേക്ക് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഒരു പാരൻസിന് അവരുടെ കുഞ്ഞുങ്ങളിലുള്ള ഈ പ്രോബ്ലം മാറ്റണമെങ്കിൽ വരുന്ന എപ്പിസോഡ് അഡോളസൻസ് ഇഷ്യൂസിനെ കുറിച്ചും ന്യൂറോട്ടിക് ആൻഡ് സൈക്കോട്ടിക് ഇഷ്യൂസിനെ കുറിച്ചും ഞാൻ ഷെയർ ചെയ്യുമ്പോൾ എല്ലാ പാരൻസും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യം നിങ്ങൾക്കാണ് വേണ്ടത് ക്ഷമ. ഒരു ക്ഷമ അല്ലെങ്കിൽ പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മക്കളിലുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റൂ. ചുമ്മാ അവരോട് ഇന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും മാറണമെന്നില്ല. അത് എന്ത് സ്റ്റഡീസിൻ്റെ രീതിയിലാണെങ്കിലും. ഇപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റീസ് ഉള്ള കൊച്ചുങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് നമ്മൾ നമ്മുടേതായ രീതി പോവുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അത്രയും ബെറ്റർ റിസൾട്ട് വരത്തില്ല. അപ്പോൾ സോ പാരൻസിനാണ് എന്ത് വേണ്ടത്? ക്ഷമ വേണ്ടത്. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മളിപ്പോൾ നെയിൽ പോളിഷ് എടുക്കുന്നത്. അപ്പോൾ നെയിൽ പോളിഷ് ഞാൻ പറഞ്ഞിരുന്നല്ലോ, കുട്ടികൾ കാർബൺ കോപ്പിയാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് കൂടുതലും അട്രാക്ഷൻ ഉള്ള കളേഴ്സിനാണ് കൂടുതൽ ഇൻട്രസ്റ്റ് വരിക. അതായത് ഫോർ എക്സാമ്പിൾ, നമ്മൾ കുറേ ടോയ്സുകൾ കുട്ടികൾക്ക് കൊടുക്കാമെന്ന് വെച്ചോ, വില കൂടിയ നല്ല 200-300 രൂപയുടെയൊക്കെ നമ്മൾ ടോയ്സുകൾ കൊടുക്കുന്നതിൻ്റെ കൂടെ വളരെ 10 രൂപയുടെ ടോയ്സ് വളരെ കളർഫുള്ളായിട്ട് വാങ്ങിക്കാം. അതായത് റെഡ്, ബ്ലൂ, ഗ്രീൻ പോലുള്ള ഭയങ്കര ഡാർക്ക് കളർ വാങ്ങിച്ചിട്ട് ഈ വില കൂടിയ ടോയ്സിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ കൂടുതലും അവർ അട്രാക്ട് ചെയ്യുന്നത് ആ സംഭവത്തിനോട്. കാരണം അവർക്ക് ഈ കളറിനോട് ഭയങ്കര ഇൻട്രസ്റ്റും അവർക്കത് കൂടുതൽ അതിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ സോ നമ്മൾ നഖത്തിൽ ഇതുപോലുള്ള ഭയങ്കര അട്രാക്റ്റഡ് ആയിട്ടുള്ള കളേഴ്സുകൾ ക്യൂടെക്സ് വാങ്ങിച്ചിട്ട് നെയിൽ പോളിഷ് വാങ്ങിച്ചിടുക. അപ്പോൾ സാധാരണ ഞാൻ പറയുന്നത് എല്ലാ വിരലിലും ഡിഫറെൻറ്റ് കളേഴ്സ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ റെഡ്, ബ്ലൂ, ഗ്രീൻ പറഞ്ഞാൽ ഇങ്ങനെ മാറ്റിയിടുക. എന്നിട്ട് നമ്മൾ കുഞ്ഞുങ്ങളുടെ മുൻപിൽ കൂടുതലായിട്ട് എക്സ്പോസ് ചെയ്യാം. അതായത് ഈ വിരലിനെ കാണത്തക്ക രീതിയിൽ അവരുടെ മുൻപിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ കുഞ്ഞുങ്ങൾ ഓട്ടോമാറ്റിക്കലി ഇത് ശ്രദ്ധിക്കും. അപ്പോൾ കുഞ്ഞുങ്ങൾ അവരുടേതായ ലാംഗ്വേജിൽ ഇത് വേണമെന്ന രീതിയിൽ അവർ ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മളിത് കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഒരു ഡിമെറിറ്റ്സ് ഉണ്ട്. കാരണം നമ്മൾ അതിനും ഡിമെറിറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മളിത് ഇട്ട് കൊടുത്തിട്ട് നമ്മുടേതായ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ ഇത് പതിയെ വായിലിടും. കാരണം ഇട്ടതും ഹാബിറ്റ്സ് മാറത്തില്ല. അതിന് ഞാൻ പറഞ്ഞിരുന്നു, ഓൾറെഡി പറഞ്ഞ പ്രീവിയസ് എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു, 21 ദിവസം അതിൽ കൂടുതലോ വേണം. അപ്പോൾ സോ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അവർ ഇൻഡയറക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യണം അവർ വായിലിടുന്നുണ്ടോയെന്ന്. അതിനുശേഷം നമ്മൾ ഇടുന്നതിൻ്റെ ഒപ്പം അവർക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അവർ പതിയെ ഗ്രാജുവലി ഒരു 1 മന്തോ കഴിയുമ്പോൾ പതിയെ ഈ നെയിൽ ബൈറ്റിംഗ് ആയാലും തംസക്കിങ് ആയാലും പതിയെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. പിന്നെ തംസക്കിങ്ങിൻ്റെ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ, തംസക്കിങ് കുട്ടികൾ കിടക്കുമ്പോൾ ചുമ്മാ വായിൻ്റെ ഉള്ളിൽ ഈ വിരലിട്ട് കിടക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് അല്ലേ. അതിന് ഒരിക്കലും നമുക്ക് ക്യൂടെക്സ് അപ്ലൈ ചെയ്യണമല്ല. കാരണം അത് നമുക്ക് കോൺഷ്യസ് ആവുന്ന സമയത്ത്, അതായത് നമ്മൾ ബോധാവസ്ഥയിൽ ഇരിക്കുമ്പോൾ മാത്രമേ നമുക്കിത് ആപ്റ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ നൈറ്റ് കിടക്കുന്ന സമയത്ത് അവർ അൺകോൺഷ്യസ് മൈൻഡിലായിരിക്കും. അന്നേരം നമ്മൾ ചെയ്യാനുള്ളത്, അവർ ഉറങ്ങിയതിന് ശേഷം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വളരെ വൃത്തിയുള്ള ഒരു തുണി എടുത്ത് അവരുടെ 2 വിരലിൽ, അതായത് സാധാരണ വിരൽ കുടിക്കുന്നത് ഈ 2 വിരലാണ്, ഇതൊന്നും അപൂർവമായിട്ടേ സാധ്യതയുള്ളൂ, ഇതാണ് കൂടുതലും. അപ്പോൾ അന്നേരം അവർ ഏതാണോ വിരൽ കുടിക്കുന്നത് അതിലേക്ക് നല്ല രീതിയിലേക്ക് തുണി കെട്ടി കൊടുക്കുക. അത് വളരെ ടൈറ്റിൽ കിടാൻ പറ്റില്ല, കുറച്ച് ലൂസിൽ അങ്ങോട്ട് കെട്ടിയിട്ട് കിടക്കും. അപ്പോൾ ഒരു ഓട്ടോമാറ്റിക്കലി വായിലിടുമ്പോൾ ഇതൊരു ഇറിറ്റേഷൻസ് വരും. അതായത് അവർക്കൊരു ഡിസ്റ്റർബൻസ് വരുമ്പോൾ അവർ ആദ്യമെല്ലാം ചിലപ്പോൾ അത് പറിച്ചെടുത്ത് മാറ്റി വീണ്ടും വയ്ക്കും. പക്ഷെ എങ്കിലും നമ്മളത് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കാം. ഒരു 1 മന്തെല്ലാം ആകുമ്പോഴേക്കും ഗ്രാജുവലി അവരിൽ ഈ ഒരു മാറ്റം കാണുന്നതാണ്. അത് പറഞ്ഞിട്ട് 1 മന്ത് നിർത്തരുത്, അവർ എന്നാണോ മാറ്റുന്നത് അത് വരത്തേക്ക് ത്രൂ ഔട്ട് ചെയ്യുക. സോ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, പാരൻസിന് വേണ്ടതാണ് ക്ഷമ. അപ്പോൾ ക്ഷമയോടുകൂടി നമ്മൾ ഇതിന് ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ മാത്രമേ അതിൻ്റെതായ ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ സോ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് പറഞ്ഞാൽ ഇതിനേക്കാൾ ഒരു വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു അസുഖമാണ് ADHD എന്ന് പറയും, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ എന്നാണ് അതിനെ പറയുക. അതായത് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അത് കുഞ്ഞുങ്ങളിൽ കാണുന്ന പല പാരൻസിനും അതൊരു ഡിസോർഡർ ആയിട്ട് കാണത്തില്ല, അവൻ്റെ ദേഷ്യമായിട്ട് കാണത്തില്ല. അപ്പോൾ അതിനുള്ളതെല്ലാം വരുന്ന എപ്പിസോഡ് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ സോ അതിനെല്ലാം പേഷ്യൻസ് ആണ് പാരൻസിന് വേണ്ടത്, ക്ഷമയാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പാരൻസിനോട് കൂടുതൽ ഈ രീതിയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി ഫ്രണ്ട്സിനോ ഈ വീഡിയോ സെൻഡ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക.